കൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാൻ ഉവാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാൻ ഉവാചയിലൂടെ ഇന്ന് നാം നരസിംഹ ഭഗവാന്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചും പ്രഹ്ലാദ് മഹാരാജാവിന്റെ മഹത്വത്തെക്കുറിച്ചുമാണ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. പ്രഹ്ലാദ് മഹാരാജാവ് ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം 12 മഹാജനങ്ങളിൽ ഒരാളായിരുന്നു. നവവിധ ഭക്തിയിൽ സ്മരണത്തിന് ഉത്തമ ഉദാഹരണമായിരുന്നു പ്രഹ്ലാദ് മഹാരാജാവ്. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിൽ വളരെ മനോഹരമായി പ്രഹ്ലാദ് മഹാരാജാവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നു, ദൈത്യന്മാരിൽ ഞാൻ ഭക്ത പ്രഹ്ലാദനാകുന്നു എന്ന്. ഭഗവാന് അത്രയേറെ പ്രിയപ്പെട്ടവനാണ് പ്രഹ്ലാദ് മഹാരാജാവ്. അസുര രാജാവായ ഹിരണ്യകശിപുവിന്റെ പുത്രനായിരുന്നിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് പ്രഹ്ലാദ് മഹാരാജാവ് ഒരു ഭക്തനായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. ഹിരണ്യകശിപു ഭഗവാനെ ആരാധിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹ അവതാരമെടുത്ത് വധിക്കുകയുണ്ടായി. ഇതിൽ കോപിഷ്ഠനായ ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്നും അമരത്വം എന്ന വരം നേടി ഭഗവാനെ വധിക്കുവാൻ തീരുമാനിച്ചു. ഇതിനായി തപസ് അനുഷ്ഠിക്കുവാൻ അദ്ദേഹം മന്ദര പർവ്വതത്തിലോട്ട് യാത്ര തിരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ കയാതു ഗർഭിണിയായിരുന്നു. ഹിരണ്യകശിപു തപസ് അനുഷ്ഠിക്കാൻ പോയ തക്കം നോക്കി ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അസുരന്മാരെ ആക്രമിച്ചു. അതിക്രമിച്ച് ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ കയറി. കയാതുവിന്റെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിനെ പറ്റിയായിരുന്നു ഇന്ദ്രദേവന്റെ ആശങ്ക മുഴുവൻ. അസുരപുത്രനായ ആ കുഞ്ഞ് ഭാവിയിൽ തനിക്ക് ദോഷം ചെയ്യുമോ എന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ പരമഭക്തനായ നാരദമുനി അവിടെ വരികയും ഭർത്താവില്ലാത്ത വേളയിൽ പതിവ്രതയായ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നും മാത്രവുമല്ല അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് പരമഭക്തനാണെന്ന് ഇന്ദ്രനോട് പറയുകയുമുണ്ടായി. നാരദമുനിയുടെ വാക്കുകളെ ഇന്ദ്രൻ ചെവിക്കൊണ്ടു. നാരദമുനി കയാതുവിനെ തന്റെ ആശ്രമത്തിലോട്ട് കൊണ്ടുപോയി. ഹിരണ്യകശിപു തിരിച്ചു വരുന്നതുവരെ അവരെ സംരക്ഷിച്ചു. തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് കയാതു നാരദമുനിയോട് അഭ്യർത്ഥിച്ചു. പരമഭക്തനായ നാരദമുനി ആ കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് വാക്കു നൽകുകയുണ്ടായി. കയാതുവിന് നാരദമുനി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഉദരത്തിലിരുന്നു കൊണ്ട് പ്രഹ്ലാദ് മഹാരാജാവ് ഭഗവാനെ പറ്റി കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ആ അതീന്ദ്രിയജ്ഞാനം ലഭിക്കുകയുണ്ടായി. ഉദരത്തിൽ നിന്നും പരമദിവ്യോത്തമ പുരുഷനെ പറ്റി കേൾക്കിയാൽ അദ്ദേഹത്തിന്റെ അജ്ഞത അകന്നിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പരമഭക്തനായി മാറി. ഈ സമയത്ത് മറുവശത്ത് ഹിരണ്യകശിപു അതികഠിനമായ തപസ് അനുഷ്ഠിച്ചു. തപസ്സിന്റെ അന്ത്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും അഗ്നി പ്രവഹിക്കുകയുണ്ടായി. സമസ്ത ലോകങ്ങളും അസ്വസ്ഥരായി. ഒടുവിൽ ബ്രഹ്മദേവന് ഹിരണ്യകശിപുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതായി വന്നു. ബ്രഹ്മദേവനെ കണ്ട മാത്രയിൽ ഹിരണ്യകശിപു പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തനിക്ക് അമരത്വം എന്ന വരം വേണമെന്ന് ആവശ്യപ്പെട്ടു. തനിക്ക് ഒരിക്കലും അമരത്വം എന്ന വരം നൽകുവാൻ കഴിയുകയില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. കാരണം താൻ പോലും ജനന മരണ ചക്രങ്ങളിൽ കിടന്ന് ഉഴലുകയാണ് എന്ന് ബ്രഹ്മാവ് പറയുകയുണ്ടായി. മറ്റ് ഏത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഏത് ജീവജാലങ്ങളാലോ ഞാൻ കൊല്ലപ്പെടരുത്. ഭൂമിയിൽ വെച്ചോ ആകാശത്തിൽ വെച്ചോ അകത്ത് വെച്ചോ പുറത്തു വെച്ചോ രാത്രിയിലോ പകലിലോ ചരങ്ങളാലും അചരങ്ങളാലോ ആയുധങ്ങളാലോ ദേവന്മാരാലോ മനുഷ്യരാലോ താന് ജീവജാലങ്ങളാലോ താൻ വധിക്കപ്പെടരുത് എന്ന വരം അദ്ദേഹം ചോദിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തിന് ആ വരം നൽകുകയുണ്ടായി. മൂഢനായ ഹിരണ്യകശിപുവിന് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ പറ്റി അറിയുകയില്ലായിരുന്നു. അദ്ദേഹം വിചാരിച്ചു താൻ അമരത്വത്തിന് തുല്യമായ വരം നേടിയെന്ന്. അദ്ദേഹം അതിൽ വ്യാമോഹിച്ചു.
ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ഹിരണ്യകശിപു 3 ലോകങ്ങളും കീഴടക്കി. അദ്ദേഹം തന്റെ ഇന്ദ്രിയങ്ങളുടെ ദാസനായി മാറി. ഒരു വശത്ത് ഹിരണ്യകശിപു ഭഗവാന്റെ നിന്ദയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, മറുവശത്ത് പ്രഹ്ലാദ് മഹാരാജാവ് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകി. 5 വയസ്സായ പ്രഹ്ലാദ് മഹാരാജാവ് ഗുരുകുലത്തിൽ തന്റെ സഹപാഠികൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയുണ്ടായി. ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു. വളരെ ചെറുപ്പം മുതൽ ചെയ്യേണ്ട ഒന്നാണ് ഭക്തിയുത സേവനം. പ്രായം ചെല്ലുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഭക്തിയുത സേവനം. കൗമാര ആചരേത് പ്രജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷം ജന്മ തതതി അധ്രുവം അർത്ഥദം. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഹിരണ്യകശിപു തന്റെ പുത്രനായ പ്രഹ്ലാദ് മഹാരാജാവിനെ മടിയിലിരുത്തി താലോലിക്കുകയായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദ് മഹാരാജാവിനോട് ചോദിച്ചു, ഗുരുകുലത്തിൽ വെച്ച് എന്താണ് പഠിച്ചത് എന്ന്. അപ്പോൾ പ്രഹ്ലാദ് മഹാരാജാവ് ഭഗവാനെ കുറിച്ച് പറയുകയുണ്ടായി. ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയുണ്ടായി. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നിവയുടെ പ്രാധാന്യത്തെപ്പറ്റി തന്റെ പിതാവിനോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ കോവിഷ്ഠനായ ഹിരണ്യകശിപു ആ പിഞ്ചു ബാലകനെ തന്റെ മടിയിൽ നിന്നും തറയിലോട്ട് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആ പിഞ്ചു ബാലകനെ വധിക്കുവാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. മലമുകളിൽ നിന്നും ആ കുഞ്ഞിനെ താഴോട്ട് വലിച്ചെറിഞ്ഞു. വിഷമുള്ള പാമ്പുകൾക്കിടയിലിട്ടു. അസുരന്മാരുടെ കുന്തങ്ങളാൽ നോവിച്ചു. ആനയെ വെച്ചു ചവിട്ടിക്കുവാൻ നോക്കി. അഗ്നിക്ക് ഇരയാക്കുവാൻ നോക്കി. എന്നാൽ ഭഗവാന്റെ സംരക്ഷണത്തിലായിരുന്ന പ്രഹ്ലാദ് മഹാരാജാവിനെ ഉപദ്രവിക്കാൻ നോക്കിയ എല്ലാ ഹിരണ്യകശിപുവിന്റെയും ശ്രമങ്ങളും വിഫലമായി തീരുക തന്നെ ചെയ്തു. വീണ്ടും ഗുരുകുലത്തിലോട്ട് അയക്കപ്പെട്ട പ്രഹ്ലാദ് മഹാരാജാവിനെ ഭക്തിയുത സേവനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അസുര ഗുരുക്കന്മാരായ ഷണ്ഡനും അമർക്കനും കഴിഞ്ഞില്ല. ദിവസങ്ങൾ കഴിയുന്തോറും പ്രഹ്ലാദ് മഹാരാജാവ് പരമഭക്തനായി മാറുന്നത് അസുര ഗുരുക്കന്മാരെ ആകുലപ്പെടുത്തി. അവർ ഹിരണ്യകശിപുവിനെ സമീപിക്കുകയും പ്രഹ്ലാദ് മഹാരാജാവിനെ ഭക്തിയുത സേവനത്തിൽ നിന്നും പിന്മാറ്റുക എന്നത് അസാധ്യമാണെന്ന് പറയുകയും ഉണ്ടായി. പ്രഹ്ലാദ് മഹാരാജാവിനെ ഭക്തിയുത സേവനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയില്ലെന്നും മാത്രവുമല്ല, ഗുരുകുലത്തിലെ മറ്റു അസുര വിദ്യാർത്ഥികൾ പ്രഹ്ലാദ് മഹാരാജാവിന്റെ സംസർഗത്താൽ കൃഷ്ണഭക്തന്മാരായി കൊണ്ടിരിക്കുകയാണെന്നുള്ള ശുക്രാചാര്യരുടെ മക്കളായ ഷണ്ഡന്റെയും അമർക്കന്റെയും വാക്കുകൾ കേട്ട് കുപിതനായ ഹിരണ്യകശിപു താൻ തന്നെ തന്റെ പുത്രനെ തന്റെ കൈകൾ കൊണ്ട് കൊല്ലുമെന്ന് തീരുമാനിച്ചു. ഹിരണ്യകശിപു ക്രൂരമായ വാക്കുകൾ കൊണ്ട് പ്രഹ്ലാദിനെ അഭിസംബോധന ചെയ്തു. തന്നെ പ്രകീർത്തിക്കുവാൻ വേണ്ടി പ്രഹ്ലാദിനോട് പറഞ്ഞു. എന്നാൽ പ്രഹ്ലാദ് മഹാരാജ് അത് വകവെക്കാതെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, ഭഗവാന്റെ പാതാരബിംബങ്ങളിൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് ശരണം പ്രാപിക്കുവാൻ വേണ്ടി പറയുകയുണ്ടായി. ഇത് കേട്ട് കുപിതനായ ഹിരണ്യകശിപു പ്രഹ്ലാദ് മഹാരാജാവിനോട് ചോദിച്ചു, തന്റെ വാക്കുകളെ വെല്ലുന്ന നിർഭയവും ശക്തിയും പ്രഹ്ലാദ് മഹാരാജാവിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന്. പ്രഹ്ലാദ് മഹാരാജാവ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ശക്തിയുടെ സ്രോതസ് തന്നെയാണ് എൻ്റെ ശക്തിയുടെയും സ്രോതസ്. അത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്നാണ് എന്ന്. വീണ്ടും കുപിതനായ ഹിരണ്യകശിപു പ്രഹ്ലാദ് മഹാരാജാവിനോട് ചോദിച്ചു, എവിടെയാണ് നിന്റെ ഭഗവാൻ ഉള്ളത് എന്ന്. പ്രഹ്ലാദ് മഹാരാജാവ് മറുപടി പറഞ്ഞു, എൻ്റെ ഭഗവാൻ സർവവ്യാപിയാണ്, അദ്ദേഹം എല്ലായിടത്തുമുണ്ട് എന്ന്. ഹിരണ്യകശിപു ചോദിച്ചു, നിന്റെ ഭഗവാൻ ഈ തൂണിലുണ്ടോ എന്ന്. പ്രഹ്ലാദ് മഹാരാജാവ് ദൃഢവിശ്വാസത്തോടെ ഉത്തരം പറഞ്ഞു, തീർച്ചയായും എൻ്റെ ഭഗവാൻ ഈ തൂണിലുമുണ്ട് എന്ന്. ഇത് കേട്ട് സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഹിരണ്യകശിപു, നിന്റെ ഭഗവാൻ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ മുഷ്ടികൾ ഉപയോഗിച്ച് തൂണിൽ അഗാധമായി ഇടിച്ചു. പെട്ടെന്ന് 3 ലോകങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് നരസിംഹ ഭഗവാൻ തൂണിൽ നിന്നും അവതരിക്കുകയുണ്ടായി. ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുർ നമാമ്യഹം. ഈ ഒരു നരസിംഹ രൂപത്തെ ലക്ഷ്മി ദേവി പോലും മുൻപ് കണ്ടിട്ടില്ലായിരുന്നു.
ഭക്തനെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഹിരണ്യകശിപുവിന് മനസ്സിലായി ഭഗവാൻ തന്നെ വധിക്കുമെന്ന്. എന്നാലും തന്റെ ഗദ ഉപയോഗിച്ച് ഹിരണ്യകശിപു ഭഗവാനോട് യുദ്ധം ചെയ്യുവാൻ ശ്രമിച്ചു. ഭഗവാന്റെ മുന്നിൽ ഹിരണ്യകശിപുവിനെ വെറും കീടത്തെ പോലെ തോന്നുകയുണ്ടായി. ഒരു ഗരുഡൻ വലിയ പാമ്പിനെ എന്ന പോലെ ഭഗവാൻ ഹിരണ്യകശിപുവിനെ ഗദയോടുകൂടി പിടികൂടി. ഇടയ്ക്കിടെ ഭഗവാൻ ഹിരണ്യകശിപുവിനെ തന്റെ കരങ്ങളിൽ നിന്നും മുക്തനാക്കുമായിരുന്നു. ഒടുവിൽ ത്രിസന്ധ്യാസമയത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വാതിൽ പടിയിൽ വെച്ച് തന്റെ മടിത്തട്ടിൽ കിടത്തിക്കൊണ്ട് തന്റെ നഖങ്ങൾ കൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ചു. നരസിംഹ അവതാരം ഭഗവാന്റെ ലീലാവതാരമാണ്. തന്റെ ഭക്തനായ നാരദമുനി കയാതുവിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയും പ്രഹ്ലാദ് മഹാരാജാവിന്റെ വാക്ക് സത്യമാക്കുവാൻ വേണ്ടിയും ഭഗവാൻ തൂണിൽ നിന്നും അവതരിക്കുകയുണ്ടായി. ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷവും ഭഗവാൻ കോപിഷ്ഠനായി തന്നെ തുടർന്നു. ബ്രഹ്മാവിനോ പരമശിവനോ ലക്ഷ്മി ദേവിക്കോ അദ്ദേഹത്തെ സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം പ്രഹ്ലാദ് മഹാരാജാവ് നരസിംഹ ഭഗവാന്റെ സമീപത്തോട്ട് ചെല്ലുകയും അദ്ദേഹത്തിനെ ശാന്തനാക്കുകയും ചെയ്തു. പ്രഹ്ലാദ് മഹാരാജാവിന് ദൃഢവിശ്വാസമായിരുന്നു ഭഗവാൻ തന്നെ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർഭയനായിരുന്നു. തന്റെ ഗുരുവായ നാരദ മുനിയിൽ നിന്നും ആർജിച്ച ജ്ഞാനം അദ്ദേഹം പൂർണ്ണമായും ഗ്രഹിച്ചിരുന്നു. തന്റെ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി മാത്രമല്ല, മറ്റ് എല്ലാ ജീവാത്മാക്കളുടെയും പരിവർത്തനത്തിനായി ആ ജ്ഞാനം അദ്ദേഹം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് മറ്റ് ജീവജാലങ്ങളോട് അനുകമ്പയായിരുന്നു. അദ്ദേഹം ഒരു പരമ ഭക്തനായിരുന്നു. പിഞ്ചു ബാലകനായ പ്രഹ്ലാദ് മഹാരാജാവിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഭക്തിയുത സേവനം വളരെ ചെറുപ്പത്തിൽ തന്നെ നാം തുടങ്ങേണ്ട ഒന്നാണ്. പ്രായമാകുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഭക്തിയുത സേവനം. ഹരേ കൃഷ്ണ, പ്രണാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.